ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 മത്സര ടെസ്റ്റ് പരമ്പര നിലവിൽ 1-1 എന്ന നിലയിലാണ്. പെർത്തിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ 295 റൺസിന്റെ തകർപ്പൻ ജയം നേടിയപ്പോൾ അഡ്ലെയ്ഡിൽ നടന്ന പിങ്ക് ബോൾ ടെസ്റ്റിൽ 10 വിക്കറ്റിന് ജയിച്ച് ഓസ്ട്രേലിയ പരമ്പരയിൽ കിടിലൻ തിരിച്ചുവരവ് നടത്തി. രണ്ടാം ടെസ്റ്റിൽ ദയനീയ പ്രകടനമായിരുന്നു ടീം ഇന്ത്യയുടേത്. പ്രത്യേകിച്ച് ബാറ്റർമാർ 2 ഇന്നിംഗ്സിലും വൻ പരാജയമായി. പുതുമുഖ താരം നിതീഷ് റെഡ്ഡി മാത്രമാണ് 2 ഇന്നിംഗ്സുകളിലും പൊരുതി നിന്ന ബാറ്റർ. ഓസ്ട്രേലിയൻ ബൗളർമാർക്കെതിരെ പേടിച്ചു ബാറ്റ് ചെയ്ത ഇന്ത്യൻ താരങ്ങൾ ചോദിച്ചു വാങ്ങിയ പരാജയം കൂടിയാണിത്. അതേസമയം ഓസീസ് നിരയിലാവട്ടെ ട്രാവിസ് ഹെഡ് ഇന്ത്യൻ ബൗളർമാർക്കെതിരെ കടന്നാക്രമണം നടത്തി കളി തട്ടിയെടുക്കുകയായിരുന്നു. ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം സമീപകാലത്ത് അത്ര സ്ഥിരതയുള്ളതല്ല. ഈ സാഹചര്യത്തിൽ ബാറ്റിംഗ് നിരയിൽ ഇന്ത്യ ചില അഴിച്ചുപണികൾ നടത്തണമെന്ന ആവശ്യം ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് കളിയുടെ ഗതി തിരിച്ചുവിടാൻ കെൽപ്പുള്ള ഇമ്പാക്ട് താരങ്ങളെയാണ് ഇന്ത്യക്ക് ഇപ്പോൾ ടെസ്റ്റിൽ വേണ്ടത്. അത്തരത്തിൽ ഇന്ത്യക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ പരീക്ഷിച്ചു നോക്കാവുന്ന 3 ഇമ്പാക്ട് ബാറ്റർമാരെ നോക്കാം. ടെസ്റ്റ് ടീമിലേക്ക് ഇന്ത്യ പരിഗണിക്കേണ്ട പ്രധാന ബാറ്റർമാരിൽ ഒരാൾ സഞ്ജു സാംസൺ ആണ്. സമീപകാലത്ത് ഇന്ത്യക്ക് വേണ്ടി T20യിൽ കിടിലൻ ഫോമിലാണ് സഞ്ജു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒറ്റയ്ക്ക് മത്സരഗതി തിരിക്കാൻ തനിക്ക് മികവുണ്ടെന്ന് T20യിലും ഏകദിനത്തിലും സഞ്ജു തെളിയിച്ചു കഴിഞ്ഞു. ടെസ്റ്റിലും ഇതേ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. വീരേന്ദർ സെവാഗിനെ പോലെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആണ് സഞ്ജുവെന്ന് അടുത്തിടെ പ്രമുഖ ക്രിക്കറ്റ് പരിശീലകൻ ബിജു ജോർജ് അഭിപ്രായപ്പെട്ടിരുന്നു. ടെസ്റ്റിൽ ഇന്ത്യക്കായി കളിക്കാനുള്ള ആഗ്രഹവും അടുത്തിടെ സഞ്ജു പങ്കുവച്ചിട്ടുണ്ട്. റെഡ് ബോൾ ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ടീം മാനേജ്മെന്റ് നിർദ്ദേശം നൽകിയതായും സഞ്ജു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ടെസ്റ്റ് ടീം പദ്ധതികളിൽ സഞ്ജു ഉണ്ട് എന്നതിന്റെ സൂചനകൾ തന്നെയാണിത്. ഭാവിയിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ സഞ്ജുവിനെ കാണാൻ സാധിച്ചേക്കും. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇതുവരെ 65 മത്സരങ്ങളാണ് സഞ്ജു കളിച്ചിട്ടുള്ളത്. ഇതിൽ 39.12 ബാറ്റിംഗ് ശരാശരിയിൽ 3834 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളാകാൻ കഴിവുള്ള കളിക്കാരനാണ് തിലക് വർമ്മ. 22 വയസ്സുകാരനായ തിലക് വർമ്മ പ്രായത്തെ വെല്ലുന്ന പക്വത കളിക്കളത്തിൽ പുറത്തെടുക്കുന്നുണ്ട്. ഒരു ഇമ്പാക്ട് താരമാണ് താനെന്ന് ചുരുങ്ങിയ മത്സരങ്ങൾ കൊണ്ട് തിലക് തെളിയിച്ചു കഴിഞ്ഞു. അതിവേഗം റൺസ് അടിച്ചുകൂട്ടാൻ മികവുള്ള തിലക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ മധ്യനിരയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 18 മത്സരങ്ങളിൽ നിന്ന് 50.16 ബാറ്റിംഗ് ശരാശരിയിൽ 1204 റൺസാണ് തിലക് വർമ്മ അടിച്ചുകൂട്ടിയിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ T20 ടീം ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും ടെസ്റ്റ് ക്രിക്കറ്റിലെ വീണ്ടും പരിഗണിക്കപ്പെടണമെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഒരു ടെസ്റ്റ് കളിച്ചിട്ടുള്ള സൂര്യകുമാറിന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മോശമല്ലാത്ത റെക്കോർഡുണ്ട്. 84 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ 42.84 ബാറ്റിംഗ് ശരാശരിയിൽ 5656 റൺസാണ് സ്കൈയുടെ സമ്പാദ്യം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കളിയുടെ ഗതി മാറ്റാൻ മികവുള്ള സ്കൈ ക്ലിക്കായാൽ ടെസ്റ്റ് ടീമിനൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്.